നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചികിത്സ തേടിയെത്തിയ കാഞ്ഞിരക്കോട് സ്വദേശി നവീഷ് മരണമടഞ്ഞ സംഭവത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. ആശുപത്രിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ദുരൂഹ മരണങ്ങളിൽ വിദഗ്ധ സമിതി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മോഡൽ കരിയർ സെന്റർ സമർപ്പിച്ചു. തലപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ മോഡൽ കരിയർ സെന്റർ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. യുവജനങ്ങൾക്ക് മികച്ച തൊഴിൽ പരിശീലനവും കൗൺസിലിംഗും നൽകുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അനന്തമായ തൊഴിൽ സാധ്യതകൾക്ക് ഇത് വഴി തുറക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്തിലെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അനില ജോസഫ് അവതരിപ്പിച്ചു. 59.95 കോടി രൂപ വരവും 59.25 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 73 ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ട്. കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പുതിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. തെക്കങ്കര പഞ്ചായത്തിലെ പുന്നമ്പറമ്പ് മേപ്പാട മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴകൃഷിയും പുൽകൃഷിയും വ്യാപകമായി നശിപ്പിച്ചു. കൃഷി നശിച്ചതോടെ കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു. വന്യമൃഗശല്യം തടയാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.